ഇന്നത്തേത് ഇസുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണേ. അപ്പോൾ നമ്മൾ ഒരുപാട് വലിയ ഫംഗ്ഷനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇസുവിൻ്റെ അബ്ബായിക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഫംഗ്ഷനായിട്ട് കുറച്ച് ആളുകളെ മാത്രം വിളിച്ചിട്ട് നടത്താമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഡെക്കറേഷനൊക്കെ നമുക്ക് തന്നെ ചെയ്യാമെന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു തീമായിട്ട് കളർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടായതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് അതിൻ്റെ ഡെക്കറേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളായിരുന്നു ഡെക്കറേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 100 പേർക്ക് അടുപ്പിച്ചുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫംഗ്ഷന്. നമ്മൾ ചെറുതായിട്ട് പ്ലാൻ ചെയ്തെങ്കിലും ഇതായിരുന്നു കേട്ടോ നമ്മുടെ ബർത്ത്ഡേ കേക്ക്. അപ്പോൾ ഞാനും ഇസും കൂടിയായിരുന്നു കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുഞ്ഞിന് മധുരമൊന്നും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ കേക്ക് ഞാനൊരു തുള്ളി മാത്രമേ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഗ്രാൻഡ് പേരൻസ് എല്ലാവരും അവന് കേക്കൊക്കെ കൊടുത്തു. എല്ലാവർക്കും ഭയങ്കര സന്തോഷം അവന് മധുരം കൊടുക്കാൻ പറ്റിയപ്പം. കാരണം ഞാൻ കൊടുക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നേ. അപ്പോൾ എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ബേസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള 3 പേര് വന്നിട്ടുണ്ടായിരുന്നേ. ഇവരാട്ടോ എൻ്റെ ബേസ്റ്റ് ഫ്രണ്ട്സ്. പിന്നെ നമ്മൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഫുഡ് ഒക്കെ കൊടുത്തു തുടങ്ങി. പിന്നെ ഈ ക്ലിപ്പ് ഞാൻ ഇടണ്ടെന്ന് വിചാരിച്ചത്. ഞാൻ വ്ളോഗാക്കും എന്നുള്ളതുകൊണ്ടാട്ടോ ഇവർ ഈ മുഖമൊക്കെ മറച്ചിരിക്കുന്നത്. ഇത് പിന്നെ ഇസുവിന് കിട്ടിയ കുറേ ഗിഫ്റ്റ്സ് ആട്ടോ, കുറേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വൈകുന്നേരത്തേക്ക് എല്ലാവർക്കും കൂടി കേക്ക് തികയാത്തതുകൊണ്ട് ഒരു കേക്കും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി നമ്മളങ്ങ് മുറിച്ചു കേട്ടോ. അതൊരു കാർ തീമായിരുന്നു കേട്ടോ കേക്കിൻ്റേത്. പിന്നെ നമ്മൾ ജസ്റ്റ് കുറച്ച് ടോയ്സും അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കി. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായത് ഈ ഒരു ഫ്രെയിമായിരുന്നു. ഞാൻ ഇതുവരെ ഇസുവിൻ്റെ ഫ്രെയിംസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇതെൻ്റെ ഒരു കസിൻ, അവൾ ഫ്രെയിമൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആളെനിക്ക് ഇസുവിന് ഗിഫ്റ്റായിട്ട് കൊടുത്തു വിട്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അത്യാവശ്യം ഗിഫ്റ്റൊക്കെ ഒന്ന് അൺപാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ റൂമിൽ കയറി കിടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത്രയും സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഗിഫ്റ്റായിട്ട് കിട്ടിയത്. പിന്നെ ഇതെല്ലാം ഒന്ന് കണ്ട് നോക്കിക്കഴിഞ്ഞിട്ട് നമ്മളെന്തായാലും ആ പരിപാടിയൊക്കെ അങ്ങ് നിർത്തി വെച്ചു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത്രയും കൂടുതലായിരുന്നു കേട്ടോ സാധനങ്ങൾ. ഇങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ കുറച്ച് ടോയ്സ് എന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ കുറേ വണ്ടികളൊക്കെ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആളതിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നത്, ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. കുറേ കസിൻസൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു ബർത്ത്ഡേ വ്ളോഗൊന്നും ഇല്ലേന്ന്. അപ്പോൾ ഇതേ കേട്ടോ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് കേട്ടോ. അപ്പോൾ വന്നവർക്കും എല്ലാം താങ്ക് യു. നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.